ഹലോ ഗൈസ്, വെൽക്കം മക്കളെ, വെൽക്കം ബാക്ക് ടു ആർഗനെക്സ്. അഞ്ജിത് സാറാണ്, ബയോളജി ആണ്. സോ മക്കളെ, NMMS പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച കുറച്ച് കിടിലൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പരിചയപ്പെടാം. നേരെ വീഡിയോയിലേക്ക് പോവാണ്. നോക്കാം. ഐഡന്റിഫൈ ദി ക്യാരക്ടേഴ്സ് ഓഫ് എ പ്രോകാരിയോട്ടിക് സെൽ ഫ്രം ദി ഫോളോയിങ്. ഒരു ചുട നൽകിയിരിക്കുന്നതിൽ നിന്ന് പ്രോകാരിയോട്ടിക് കോശത്തിന്റെ സവിശേഷത തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. നോക്കാം നമുക്ക്. ഏറ്റവും ആദ്യം, സെൽ ഓർഗനൽസ് ഹാവ് നോ മെംബ്രെയിൻ കവറിംഗ്. കോശാംഗങ്ങൾക്ക് സ്തരാവരണം ഇല്ല എന്ന് പറയുന്നു. നോക്കാം നമുക്ക് ശരിയാണോ എന്ന്. മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് പ്രസന്റ്. പ്രോകാരിയോട്ടിക് സെല്ലാണ്. പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ ആദ്യമ കോശം, ഏറ്റവും ആദ്യം ഉണ്ടായ കോശമാണ്. ആ കോശത്തിന് ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുമോ? അതായത് ഒരു സ്തരാവരണമുള്ള, സ്തരം കൊണ്ട് പൊതിഞ്ഞ മർമ്മം ഉണ്ടായിരിക്കുമോ? ഇല്ല. സോ അതല്ല, ഇതല്ല കേട്ടോ. മെനി സെൽ ഓർഗനൽസ്, ഒരുപാട് കോശാംഗം ഉണ്ടായിരിക്കുമോ? അതുമില്ല. അത് യൂകാരിയോട്സിനാ. അതുമല്ല. അതും പോട്ടെ. സെൽ ഓർഗനൽസ് ഹാവ് മെംബ്രെയിൻസ് കവറിംഗ്. സെൽ ഓർഗനൽസിന് കോശാംഗങ്ങൾക്ക് സ്തരാവരണം ഉണ്ടാവും. അതുമല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ഉത്തരം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആട്ടോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. കോശങ്ങൾക്ക് സ്തരാവരണമില്ല. കോശാംഗങ്ങൾക്ക് സ്തരാവരണമില്ല. സെൽ ഓർഗനൽസ് ഹാവ് നോ മെംബ്രെയിൻസ് കവറിംഗ്. സെൽസ് വിച്ച് ആർ നോൺ ആസ് മാസ്റ്റർ സെൽസ്. മക്കളെ, മാസ്റ്റർ കോശങ്ങൾ, മാസ്റ്റർ കോശങ്ങൾ എന്നറിയപ്പെടുന്ന ഒറ്റ ആളെയാണ്. അത് മറ്റാരുമല്ല, സ്റ്റെം സെൽസിന് മാത്രമാണ്. വിത്ത് കോശങ്ങൾ. എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഈ സ്റ്റെം സെൽസിന് നെർവ് സെല്ലായും മസിൽ സെല്ലായും ബ്ലഡ് സെല്ലായും ഒക്കെ മാറാൻ കഴിവുണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? സ്റ്റെം സെൽ എന്ന് വിളിച്ചു, മാസ്റ്റർ സെൽസ് എന്ന് വിളിച്ചു. വിത്ത് കോശങ്ങൾ അല്ലേ? ഓക്കെ. Which of the following is known as a semi permeable membrane? എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് ഇതൊരു മെംബ്രെയിൻ ആണെങ്കിൽ ആ മെംബ്രെയിൻ കൂടെ എല്ലാ വസ്തുക്കളെയും കടത്തിവിടുവോ? എല്ലാ വസ്തുക്കളെയും കടത്തിവിടുന്ന ആൾക്കാരാണോ? ഇല്ല. അല്ല, ഇതൊരു മെംബ്രെയിൻ ആണെങ്കിൽ മനസ്സിലാക്കണം, ഇതിൽ ചില വസ്തുക്കളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കടത്തിവിടുകയുള്ളൂ. അങ്ങനെ ചില വസ്തുക്കളെ മാത്രം കടത്തിവിടുന്ന, കണ്ടോ? ചില വസ്തുക്കളെ മാത്രം കടത്തിവിടുന്ന മെംബ്രെയിനെ വിളിച്ച പേരായിരുന്നു എന്ത്? സെമി പെർമിയബിൾ മെംബ്രെയിൻ. വരണതാര്യസ്തരം. സെമി എന്ന് പറഞ്ഞാൽ ചിലത് അല്ലെ? സെമി സർക്കിൾ, പകുതി എന്നൊക്കെ പറയുന്ന പോലെ. അതായത് പകുതി, അതായത് കുറച്ച് ആൾക്കാരെ. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ കടത്തിവിടുക. സോ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കണം, സെൽവാൾ സെമി പെർമിയബിൾ ആയിരിക്കും, കോശഭിത്തി അല്ല. അങ്ങനെ കോശഭിത്തിക്ക് നല്ല കട്ടിയല്ല, നല്ല കട്ടിയാ. ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസിന്റെ, അതായത് മർമ്മത്തിന്റെ പുറത്തുള്ള സ്ഥലം, മർമ്മസ്ഥലം, അത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണോ? ഒരിക്കലും അല്ല. ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഒരിക്കലും വരില്ല അല്ലെ? ഏറ്റവും അവസാനം പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. പ്ലാസ്മ സ്ഥലമാണ്. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അനലൈസ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുകയാണ് താഴെ. ഇതിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റണം. ഓക്കെ. ലളിത കലകൾ ഒരേ തരം കോശങ്ങൾ നിർമ്മിതമാണ്. അത് ഒന്നാമത്തെ പ്രസ്താവനയാണ്. അതായത് സിമ്പിൾ ടിഷ്യൂസ് ആർ കമ്പോസ്ഡ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ്. ഇനി കോളൻകൈമ ലളിത കലയാണ്. കോളൻകൈമ ഈസ് എ സിമ്പിൾ ടിഷ്യൂ. ഇത് രണ്ടും ശരിയാണോ? നോക്കിയടാ. സിമ്പിൾ ടിഷ്യൂസ് ആർ കമ്പോസ്ഡ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽ. ഒരേപോലെയുള്ള സെൽസ് കൂടി ചേർന്നല്ലേ സിമ്പിൾ ടിഷ്യൂസ്? ഓർക്കുന്നുണ്ടോ? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഒരേപോലെയുള്ള സെൽസ് അല്ലേ കൂടി ചേർന്ന്? വ്യത്യസ്ത സൈസിലും ഒക്കെ ഉള്ള സെൽസ് കൂടി ചേർന്ന് അതിനെ കോംപ്ലക്സ് ടിഷ്യൂ, സങ്കീർണ കലങ്ങൾ അല്ലേ വിളിച്ചിരുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രസ്താവന ശരിയാ അല്ലെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാ. അപ്പൊ കോളൻ കൈം ഒരു സിമ്പിൾ ടിഷ്യൂ ആണോ? അതെ. കോളൻ കൈം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേപോലത്തെ കോശങ്ങൾ കൊണ്ടാണ്. സോ കോളൻ കൈം ഒരു സിമ്പിൾ ടിഷ്യൂ തന്നെയാണ്. സോ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഏതാണ് ഉത്തരം വരിക? ഉത്തരം ഏതാ വരിക? നോക്കൂ. 1 and 2 ആർ കറക്റ്റ്. നാലാമത്തെ ഓപ്ഷൻ കേട്ടോ മക്കളെ. 1ഉം 2ഉം ശരിയാണ്, 1ഉം 4ഉം ശരിയാണ് കേട്ടോ. നാലാമത്തെ ഓപ്ഷൻ. സെറ്റ് അല്ലേ? സോ മക്കളെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. നെയിം ഓഫ് സം സയന്റിസ്റ്റ് ആൻഡ് ദർ കോൺട്രിബ്യൂഷൻസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദി ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ. നോക്കിയേ, ചില ശാസ്ത്രജ്ഞന്റെ പേരും അവരുടെ സംഭാവനയും തന്നിരിക്കുകയാണ്. അതിൽ ഇൻകറക്റ്റ് ഉള്ള, തെറ്റായിട്ടുള്ള പെയർ, ജോഡി തിരിച്ചറിയാൻ പറഞ്ഞിരിക്കുകയാണ്. നോക്കാം. തിയോഡാർ ഷ്വാൻ ഡിസ്കവേർഡ് ദാറ്റ് ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. നോക്കിയേ, തിയോഡാർ ഷ്വാൻ ആണോ അത് പറഞ്ഞത്? അല്ലല്ലോ.
മെത്തിയാസ് ജേക്കബ് ഷിൽഡൻ അല്ലെ, മെത്തിയാസ് ജേക്കബ് MJ ഷിൽഡൻ ആണ് ആദ്യമാണ് പറഞ്ഞത് ഓൾ പ്ലാന്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. അതിനുശേഷം തിയോഡാർഷൻ പറഞ്ഞു എന്ത് ഓൾ ആനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ് അല്ലേ. സോ നമുക്ക് ഉത്തരം ആദ്യം തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തെറ്റായിട്ടുള്ള പെയർ. ഓക്കെ, സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. നോക്കിയേ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയേ. സിഡ്നി ഫോക്സ് പ്രൂവ്ഡ് ദാറ്റ് ദി മോളിക്യൂൾസ് സിമിലർ ടു പ്രോട്ടീൻ ക്യാൻ ബി സിന്തസൈസ്ഡ് ആർട്ടിഫിഷ്യലി അല്ലെ, പ്രോട്ടീനുകൾക്ക് സമാനമായിട്ടുള്ള തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിച്ചു. അത് ശരിയാണ്, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ലീവൻ ഹുക്ക്, ആന്റൺ വാൻ ലീവൻ ഹുക്ക് അല്ലെ, ഫസ്റ്റ് ഒബ്സർവ്ഡ് ലിവിങ് സെൽ അല്ലെ, ജീവനുള്ള കോശങ്ങൾ ആദ്യമാണ് നിരീക്ഷിച്ചു. ഓർക്കണ്ടോ, ആദ്യം നമ്മളുടെ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആള് സെൽസിന് ഒരു കോർക്ക്, ഒരു മരത്തിന്റെ കോർക്കിലെ സെൽസ് നിരീക്ഷിച്ചു. അതിനുശേഷം ലീവൻ ഹുക്ക് ഒരു കുളത്തിലെ വെള്ളത്തിൽ എടുത്തിട്ട് അതിനെ നിരീക്ഷിച്ചു, അതിൽ കുറെ സൂക്ഷ്മജീവികൾ കണ്ടെത്തി എന്ന് പറഞ്ഞു. സോ അതാണ് ഇവിടെ ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചു. ഇനി ജോൺ ഓറോ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് അഡിനിൻ നൈട്രജൻ ബേസ് അല്ലെ, അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസിനെ ഉണ്ടാക്കി. അപ്പൊ അതൊക്കെ ശരിയാണ്. നമ്മുടെ തെറ്റായിട്ടുള്ള പെയർ തിയോഡാർഷൻ ആണ്. സോ മനസ്സിലാക്കി കേട്ടോ. സോ അത്രയാണ് മക്കളെ NSലെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായി വിചാരിക്കുന്നു. വൃത്തിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. അപ്പൊ ശരി എന്നാ, ബൈ ബൈ.